2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കി. സ്വാഭാവികമായിട്ടും എക്സാമൊക്കെ അടുത്ത് വരുന്ന ഈ ഒരു സമയത്ത് എങ്ങനെ പഠനത്തെ ക്രമീകരിക്കണം, സബ്ജക്റ്റ് വൈസ് എങ്ങനെ ഞങ്ങൾ സമയത്തെ ക്രമീകരിച്ചിരുന്ന് പഠിക്കണം? അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തളരാതെ നമ്മൾ മുമ്പോട്ട് തന്നെ ചെയ്തതിനെ പിന്നെ റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. തുടക്കത്തിലൊക്കെ ഇച്ചിരി കുറവായിരുന്നു, ആദ്യത്തെ മോഡലൊക്കെ ആയിരുന്നു. അപ്പം ഒരു 500 450 500 റേഞ്ചിലൊക്കെ ആയിരുന്നു. 685 സ്കോറിലേക്ക് എത്തി. അതായത് 450ഉം 500ഉം ഒക്കെ കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഹരികരൻ 618 എന്ന് പറയുന്ന മാജിക്കൽ സ്കോറിലേക്ക് എത്തിയതിന് പിന്നിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചൊന്ന് പറയാം. ഈ ഫാക്കൽറ്റി തന്നെ നല്ല സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഭയങ്കര നന്നായിട്ട് ഇപ്പോൾ ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം ഇത് സഹായത്തോടെ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നേക്കുന്നത്. ഫൗണ്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നല്ല തന്നെയാണ്, അത്രയും ഫെമിലിയാരിറ്റി കൂടും. പിന്നെ ഇപ്പം നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ശരിക്കും ഡെവലപ്പായിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകളും ടൈമിലി ആയതുകൊണ്ട് അതും കൺവീനിയൻറ്റ് ടൈമിൽ തന്നെയായിരുന്നു ലൈവ് ക്ലാസ്സുകളൊക്കെ വെച്ചിരുന്നത്. ബ്രില്യൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഒരു ബ്രില്യൻറ്റ് എഫേർട്ട് തന്നെയായിരുന്നു. ടീം ബെർലിൻ്റിനോട് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബെർലിൻ്റെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്: ലക്ഷ്യം നേടി ബെർലിനിലേക്ക് എത്തി അത് സാധ്യമാക്കി തിരികെ ബെർലിനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ബെർലിൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ബെർലിനിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി. 2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയെടുത്തിരിക്കുന്ന ഹരികരൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ബെർലിനിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ 2024 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് ഹരികരന് പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും എക്സാമൊക്കെ അടുത്ത് വരുന്ന ഈ ഒരു സമയത്ത് എങ്ങനെ പഠനത്തെ ക്രമീകരിക്കണം, അല്ലെങ്കിൽ മോഡൽ എക്സാമിന് കുറച്ച് മാർക്ക് കുറയുമ്പോൾ എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത്, സബ്ജക്റ്റ് വൈസ് എങ്ങനെ ഞങ്ങൾ സമയത്തെ ക്രമീകരിച്ചിരുന്ന് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിദ്യാർത്ഥികൾ പറയുമ്പോഴാണ് ഏറ്റവും അധികം സ്വീകാര്യത ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരികരൻ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കുകയാണ്, ഒരുപാട് സന്തോഷത്തോടെ ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സമയമാണിത്. സ്വാഭാവികമായിട്ടും ക്യാമ്പസിലൂടെയൊക്കെ നടന്ന സമയത്ത് എക്സാം എഴുതുന്ന കുട്ടികളെ കണ്ടിരുന്നു. പിന്നെ അവർ ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ പരീക്ഷകളൊക്കെ എഴുതുന്നത്. അപ്പം അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തളരാതെ നമ്മൾ മുമ്പോട്ട് തന്നെ ചെയ്തതിനെ പിന്നെ റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. എല്ലാവരും നല്ല രീതിയിലൊരു സ്കോർ കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം, പ്രാർത്ഥന എല്ലാം. ഹരികരൻ സ്വാഭാവികമായിട്ട് ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മോഡൽ എക്സാമിലൂടെയൊക്കെ പോയിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ഒരു സ്കോറൊക്കെ എത്രയായിരുന്നു, ഓർക്കുന്നുണ്ടോ? എനിക്ക് തുടക്കത്തിലൊക്കെ ഇച്ചിരി കുറവായിരുന്നു, ആദ്യത്തെ മോഡലൊക്കെ ആയിരുന്നു. അപ്പം ഒരു 500 450 500 റേഞ്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ബെർലിനിൽ തന്നെ ഈ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തിട്ട് കുറച്ചായി വന്നപ്പം ഒരു 600 above 650 680 റേഞ്ചിലേക്ക് വന്നിരുന്നു അവസാനത്തേക്കൊക്കെ ആയപ്പോഴത്തേനും. അത് ഫാക്കൽറ്റിയുടെയും മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയതിങ്ങനെ. അതെ. ഇപ്പം മോഡൽ എക്സാമിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ പറഞ്ഞ പോലെ 450ഉം 500ഉം ഒക്കെ റേഞ്ച് കരസ്ഥമാക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവും ഹരികരൻ്റെ വാക്കുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട്, അതായത് ഹരികരനും ഇതേ പീരീഡിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ മാർക്കുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ച് നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കാൻ യോഗ്യതയുള്ളൊരു സ്കോറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. എത്രയായിരുന്നു ആ സ്കോർ? എനിക്ക് 685 ആയിരുന്നു നീറ്റിൽ സ്കോർ ഉണ്ടായിരുന്നത്. 685 സ്കോറിലേക്ക് എത്തി. അതായത് 450ഉം 500ഉം ഒക്കെ കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഹരികരൻ 618 എന്ന് പറയുന്ന മാജിക്കൽ സ്കോറിലേക്ക് എത്തിയതിന് പിന്നിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചൊന്ന് പറയാം. അതായത് ഇപ്പം ശരിക്കും തുടക്കത്തിൽ ഇച്ചിരി കുറവായിരുന്നു. നമ്മൾ ഒരു പുതിയ ലോകം തന്നെയാണല്ലോ ഈ +1 +2 എന്നൊക്കെ പറഞ്ഞ് എൻട്രൻസ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പം. അപ്പം നമ്മൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഇതൊക്കെ വരും, മാർക്ക് കുറച്ച് അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഫാക്കൽറ്റി തന്നെ നല്ല സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഭയങ്കര നന്നായിട്ട് ഇപ്പോൾ ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം. അപ്പം നമ്മൾ അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പിക്കപ്പ് ചെയ്തിട്ട് പിന്നെ ഇപ്പം എക്സാമിൻ്റെ തെറ്റിയ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ സ്റ്റഡി മെറ്റീരിയൽ കുറേ ലെവലുണ്ട്. അതിൽ അത്യാവശ്യം തുടക്കത്തിൽ 1-2 ലെവൽ ചെയ്താൽ തന്നെ നമ്മൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഇത് ആവും. അപ്പം അങ്ങനെ റിവിഷൻ ചെയ്ത് ആയിരുന്നു ഈ ഒരു ഗ്രാജുവലായിട്ടായിരുന്നു ഈ ഒരു മാർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അതെ. ഹരികരൻ റിപ്പീറ്റ് ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ചാൻസ് ആയിരുന്നു നീറ്റ് ക്ലിയർ ചെയ്തിരുന്നത്. അതെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഹരികരൻ ബെർലിൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു? ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് തൊട്ടുണ്ട് 7th സ്റ്റാൻഡേർഡ് തൊട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ്റ് ജോയിൻ ചെയ്തായിരുന്നു. ഓക്കെ. അതായത് 7th സ്റ്റാൻഡേർഡ് തൊട്ട് ഡോക്ടർ എന്ന് പറയുന്നൊരു ലക്ഷ്യം മനസ്സിൽ പിൻ ചെയ്തുകൊണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാവുകയാണ്
അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെയാണ് ഹരികിരൺ തൻ്റെ സ്വപ്നം നേടിയെടുത്തത്. അതായത് MBBS സീറ്റ് ഒരു വർഷം പോലും ഹരികൃഷ്ണൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഹരികൃഷ്ണൻ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നു. ഈ ഒരു വലിയ നേട്ടം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്രാം ക്ലാസ് മുതൽ ഉള്ള സ്വപ്നമായിരുന്നു? ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഡ്രീമിലേക്ക് എത്തുന്നത്? ശരിക്കും നമ്മൾ ഞാൻ ഇപ്പോൾ എറണാകുളത്തായിരുന്നു സ്കൂളിംഗ് ഒക്കെ 10ാം ക്ലാസ് വരെ. അപ്പം ഒരു 7ാം ക്ലാസ് തൊട്ട് ശരിക്കും ബ്രില്യൻ്റ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് കേട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഒന്നാമത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു, ഡോക്ടർ KP ജയകുമാർ. അപ്പം അമ്മാവൻ്റെ മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് ഡോക്ടർ ആവണം അങ്ങനെയുള്ള. അതെ. അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് ശരിക്കും എനിക്ക് തന്നെ ആഗ്രഹമായിരുന്നു മെഡിക്കൽ പ്രൊഫഷൻ എടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 7ാം ക്ലാസ്സിൽ ഫൗണ്ടേഷന് വന്നപ്പം നേരത്തെ തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഇതിൽ കയറിയത്. പിന്നെ അങ്ങോട്ട് ശരിക്കും ടീച്ചേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഹെൽപ്പ് കാരണം നമുക്ക് കയറി വരാൻ പറ്റിയതാണ്. 7ാം ക്ലാസ് മുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പഠിക്കണ ആ ഒരു കാലം മുതൽ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ് മുതലേ ഇതിനെ പഠിച്ച് മുന്നോട്ട് വരണം? അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അതിനൊരു വലിയ എക്സാമ്പിളാണ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ അഡ്മിഷൻ സാധ്യമാക്കിയ ഹരികിരൺ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഹരികിരണ് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ് മുതൽ 7ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതലേക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയൊക്കെ ഫേസ് ചെയ്ത് ഫെമിലിയറായി ഈ ഒരു ഇതിലേക്ക് വരണം? അതായത് നമ്മൾ അത്രയും വർഷം ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുമ്പം ഇപ്പോൾ അതുവരെ നമ്മൾ സ്കൂളിൽ എക്സാം എഴുതുവാണെങ്കിലും റിട്ടേൺ എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെയാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ MCQ ടൈപ്പിലേക്ക് നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ആവുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു +2 നീറ്റ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തടക്കമാവും. അപ്പം ആ ഒരു ഇതിൽ ബ്രില്യൻ്റ് ഫൗണ്ടേഷൻ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെ. അപ്പം അതിലൊരു സംശയം വേണ്ട, ഫൗണ്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നല്ല തന്നെയാണ്, അത്രയും ഫെമിലിയാരിറ്റി കൂടും. പിന്നെ ടോപ്പിക്സ് ആണെങ്കിലും എന്താണ് നമ്മളെപ്പോഴും നമ്മുടെ കുറച്ച് അഹെഡായിട്ട് തന്നെ ബ്രില്യൻ്റ് പഠിപ്പിക്കുന്നത്. ആ ഒരു ലെവലിലാകുമ്പം നമുക്ക് എന്തായാലും നന്നായിട്ട് ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഫൗണ്ടേഷൻ ശരിക്കും നല്ല പ്രയോജനമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അല്ലേ? യെസ്. ഇപ്പോൾ ഫൈനലി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്നു. അതെ. എങ്ങനെയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്? ആദ്യം തന്നെ ഡ്രീം ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്നായിരുന്നോ, അതോ ഡ്രീം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടോപ്പ് 3 കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അത്? ശരിക്കും ഓപ്ഷൻ വെച്ചപ്പം എയിംസ്, ഡൽഹി, ജിപ്മർ, പിന്നെ അത് കഴിഞ്ഞിട്ട് കോട്ടയം തന്നെയായിരുന്നു വെച്ചിരുന്നത് ഞാൻ. അപ്പോൾ എനിക്ക് പറഞ്ഞു തെറ്റിയില്ല, ടോപ്പ് 3 തേർഡ് പ്രയോറിറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ടോപ്പ് 3 ആയിരുന്നു. എങ്ങനെയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്? കോട്ടയം മെഡിക്കൽ കോളേജ് ശരിക്കും കയറിയപ്പോൾ തൊട്ട് ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ ഇപ്പം ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ തന്നെ അനാറ്റമി അല്ലെങ്കിൽ ഡിസെക്ഷൻ അതൊക്കെ ശരിക്കും നമുക്കൊരു പുതിയ ഇതാണ്. അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു തരുകയും അങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബ്രില്യൻ്റ് ഒരു റോളുണ്ട്. കാരണം നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇച്ചിരി ലോഡ് കൂടുതലാണെങ്കിൽ തന്നെ ഇതിൽ അഡ്ജസ്റ്റഡ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജ് ചേരുവാണെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസും വളരെ നല്ലതാണ്. പിന്നെ ഇപ്പം നന്നായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ശരിക്കും ഡെവലപ്പായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ശരിക്കും അടിപൊളി ക്യാമ്പസാണ്. ഓക്കെ, ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡ് ഇയർ ആണ് അല്ലേ ഹരികിരൺ? എത്ര പേരുണ്ട് ബ്രില്യൻസ് ക്ലാസ്സിൽ? ശരിക്കും ഒരുവിധം മിക്ക ആൾക്കാരും ബ്രില്യൻ്റ് തന്നെയാണ്. ഈ ഇടയ്ക്കൊരു ബ്രില്യൻറ്റിൻ്റെ അവിടെ വീഡിയോ ഉണ്ട്, ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്നപ്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ബ്രില്യൻ്റിൽ പഠിച്ചവരായിരുന്നു. അവർ ആ സെലിബ്രേഷൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും ഈ ഒരു ബ്രില്യൻറ്റിൻ്റെ ഇത് സഹായത്തോടെ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നേക്കുന്നത്. അതായത് ക്ലാസ്സിൽ പ്രവേശിച്ചു 80% ഓഫ് സ്റ്റുഡൻസ് ഫ്രം ബെർലിൻ. ഓക്കെ, അപ്പോൾ ആ ഒരു സന്തോഷം ഹരികിരണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കണ്ടുപരിചിതമായ കൂട്ടുകാരെയൊക്കെ തന്നെയാണ് നമ്മളവിടെ കണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഫൈനലി ക്യാമ്പസിലേക്ക് എത്തി, ബെർലിനിലേക്ക് എത്തുന്നു. ഒരുപാട് പേര് നമ്മുടെ പ്രൊഫസർമാരെ, ഡയറക്ടേഴ്സിനെ ഒക്കെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഒരു ഒരു ആത്മബന്ധം ബെർലിനുമായിട്ടുണ്ട്, അല്ലെങ്കിൽ ബെർലിനിൽ പഠിപ്പിച്ച സാറുമാരുമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ, ബെർലിനിൽ പഠിച്ച ആ ഒരു നാളുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഹരികിരൺ എങ്ങനെ? ബെർലിനിൽ പഠിച്ച ഫൗണ്ടേഷൻ തൊട്ട് ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പോയി പഠിക്കുമായിരുന്നു.
അപ്പം അപ്പം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ടീച്ചേഴ്സിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അത് ശരിക്കും നല്ലതാണ്. നമ്മൾ വേറെ എവിടെയും കണ്ടില്ലാത്ത രീതി തന്നെയാണുള്ളത്. അപ്പം അങ്ങനെയുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനത്തെ കാര്യങ്ങളും പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിലും ഈ ഒരു ടീച്ചേഴ്സിൻ്റെ ഇതാണ് ഹെൽപ്പാണ് ശരിക്കും സഹായിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 10th കഴിഞ്ഞിട്ട് +1 +2 ചേർന്നപ്പം കുറച്ച് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈം ആയിരുന്നു. അപ്പം ഓൺലൈൻ ക്ലാസ് അതും ഇതുപോലെ തന്നെ ടൈംലി എക്സാംസ് ഒക്കെ നടത്തുന്നതായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമ്മളെ ടച്ച് പോകാതെ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റി. അത് ശരിക്കും ബ്രില്യൻറ്റിൻ്റെ ഒരു ഇതായിരുന്നു, സക്സസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം പിന്നെ ഓൺലൈനും ഈ ടീച്ചർമാർ നല്ല എഫേർട്ട് ഇട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു. ശരിക്കും നല്ല രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നാളത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് കെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവിടുത്തെ ഹോസ്റ്റലുണ്ടായിരുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റീസും ശരിക്കും നല്ലതായിരുന്നു. ഫുഡ്, അക്കോമഡേഷൻ എല്ലാം നല്ലതായിരുന്നു. ഡൗട്ട് എപ്പോഴാണെങ്കിലും ചോദിച്ചാൽ ക്ലിയർ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഫാക്കൽറ്റി ടീച്ചേഴ്സായിരുന്നു. പിന്നെ എൻ്റെ കോഴ്സ് കോർഡിനേറ്റർ കണ്ണൻ സാറായിരുന്നു. സാറിനോട് എനിക്ക് പ്രത്യേകം താങ്ക്സ് പറയാറുണ്ട്. കാരണം എന്നെ അത്രയ്ക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് നമ്മൾ പോലും ശരിക്കും ചിലപ്പോൾ നമ്മൾ പറയത്തില്ല ചമ്മൽ കാരണം അല്ലെങ്കിൽ മാർക്ക്, പക്ഷേ അപ്പോൾ പോലും സാറ് മനസ്സറിഞ്ഞ് നമുക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും നന്ദിയുണ്ട് സാറിനോടും. പിന്നെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും എല്ലാ കോർഡിനേറ്റർ എല്ലാ സാർമാരോടും തന്നെ ഡയറക്ടേഴ്സിനോടൊക്കെ താങ്ക്ഫുൾ ആണ്. വലിയൊരു പോയിന്റാണ് പറഞ്ഞത്. കാരണം കോവിഡിൻ്റെ ഒരു സമയത്താണ് ബെർലിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലേക്ക് മാറുന്നത്, ബെർലിൻ്റെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതായത് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെയും വെൽ സെറ്റിൽ ചെയ്തിട്ട് അല്ലേ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്നൊരു രീതി അത് ശരിക്കും ഫീൽ ചെയ്തതാണ്. ഞാനൊരു കാര്യം ചോദിച്ചത്, ബെർലിൻ്റെ ഓൺലൈൻ ബാച്ചും ഓഫ്ലൈൻ ബാച്ചും ഒക്കെ അനുഭവിച്ചറിയുന്നതാണ് 7ാം ക്ലാസ് മുതൽ. അപ്പോൾ ഒരു ഓൺലൈനിലേക്കൊക്കെ മാറിയ സമയത്ത് ആ ഒരു സമയത്ത് അതായത് ഇങ്ങനൊരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മുടെ ഇവിടെ നടക്കുന്ന സമയത്ത് ബെർലിൻ്റെ ക്രമീകരിച്ചിരുന്ന അന്നത്തെ ആ രീതിയെക്കുറിച്ച് പറയാനാണ്. അത് ശരിക്കും നല്ലൊരു ചോദ്യം തന്നെയാണ്. വെച്ചാൽ ഞാൻ ഓർത്തായിരുന്നു, ഇപ്പം കോവിഡ് കാലത്ത് നമുക്കും അറിയത്തില്ല ഇനി വീട്ടിൽ തന്നെ ഇരിക്കും എന്ത് ചെയ്യണമെന്ന്. അപ്പം ശരിക്കും ക്വിക്കായിട്ട് തന്നെ ബ്രില്യൻ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ രജിസ്റ്റർ ചെയ്തെല്ലാം ചെയ്തിട്ട് കറക്റ്റായിട്ട് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈവ് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡ് കാണാൻ പറ്റും. അങ്ങനെ അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അങ്ങനത്തെ എല്ലാം ഇതുണ്ടായിരുന്നു. ഈ ക്ലാസ് കാണുക അപ്പോൾ നമ്മൾ എന്തായാലും ഉഴപ്പി പോകത്തില്ല. കാരണം ഇത്ര റെക്കോർഡ് ക്ലാസ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ് തീർക്കാൻ. പിന്നെ നന്നായിട്ട് പഠിപ്പിക്കുകയും ബോറടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ലൈവ് ക്ലാസ്സുകളും ടൈമിലി ആയതുകൊണ്ട് അതും കൺവീനിയൻറ്റ് ടൈമിൽ തന്നെയായിരുന്നു ലൈവ് ക്ലാസ്സുകളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂൾ തുടങ്ങിയപ്പോഴാണെങ്കിലും അതനുസരിച്ച് കറക്റ്റായിട്ട് ബ്രില്യൻറ്റും ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ബ്രില്യൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഒരു ബ്രില്യൻറ്റ് എഫേർട്ട് തന്നെയായിരുന്നു. അതെ. ഓക്കെ, അപ്പം ബ്രില്യൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് എഫേർട്ട് തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് ഹരി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളോട് ഈ വർഷം 2024 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് ഹരി എന്താണ് പറയാനുള്ളത്? അതായത് ഇനിയിപ്പം ഒരു മാസം ഇല്ല. ഈ ഒരു ടൈമിൽ നമ്മളിപ്പം മാക്സിമം റിവിഷനും അങ്ങനത്തെ സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ ഇപ്പോൾ ഒരു എക്സാം എഴുതി, ഒരു മോഡൽ എഴുതി, ഒരു ഇച്ചിരി മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ മോഡൽ എഴുതി നല്ല മാർക്കായിരുന്നു, ഇപ്പം എന്തുകൊണ്ട് കുറഞ്ഞു, ഇനി കുറയും, അങ്ങനെ ഒന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ അതിലൊന്നും താഴാതെ നമ്മൾ പിന്നെയും റിവിഷൻ ചെയ്യുക, പിന്നെയും അതിനെപ്പറ്റിയുള്ള ടോപ്പിക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും അതുള്ള തന്നെ പിന്നെ റിവൈസ് ചെയ്ത് അവസാനം ആകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല, എന്തായാലും എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ വല്ലതും ആയിരിക്കും മാർക്ക് പോകണം. അതിൽ തളരരുത്. അതാണ് മെയിൻലി പറയാനുള്ളത്. അവസാനം നമ്മൾ വിഷമിച്ചിരിക്കരുതെന്നേ ഉള്ളൂ. നമ്മൾ പിന്നെ അതിൻ്റെ നമ്മുടെ ലക്ഷ്യം തന്നെ പെർസ്യൂ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. യെസ്, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓക്കെ.